വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിൽ ബി ഫാം ക്ലാസുകൾ മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ആണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടന്റ്സിന് വേണ്ടി പ്ലീസ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ ബി ഫാം ഫോർത്ത് സെമസ്റ്റർ ഫാർമക്കോഗ്നസി ആൻഡ് ഫൈറ്റോകെമിസ്ട്രി എന്ന സബ്ജക്റ്റിൽ ഇംപ്രൂവ്ഡ് കൾട്ടിവേഷൻ ടെക്നിക്സ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് നോക്കാം. ഇംപ്രൂവ്ഡ് കൾട്ടിവേഷൻ ടെക്നിക്സിൽ വരുന്നതാണ് പോളിപ്ലോയിഡി, മ്യൂട്ടേഷൻ, ഹൈബ്രിഡൈസേഷൻ. പോളിപ്ലോയിഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്പീഷീസിനും സ്പെസിഫിക് നമ്പർ ഓഫ് ക്രോമസോംസ് ഉണ്ട്. അതിനെയാണ് അതിൻ്റെ ജീനോം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജീനോമിൽ ഒരു ഫുൾ സെറ്റ് ഓഫ് ക്രോമസോം കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ യൂപ്ലോയിഡി എന്ന് പറയും. യൂപ്ലോയിഡിൻ്റെ ടൈപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണോപ്ലോയിഡി, ഡൈപ്ലോയിഡി, പോളിപ്ലോയിഡി. മോണോപ്ലോയിഡി എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ക്രോമസോംസ് ആണ് കണ്ടെയ്ൻ ചെയ്യുന്നതെങ്കിൽ മോണോപ്ലോയിഡി, രണ്ട് സെറ്റ് ഓഫ് ക്രോമസോംസ് ആണ് കണ്ടെയ്ൻ ചെയ്യുന്നതെങ്കിൽ ഡൈപ്ലോയിഡി, മൂന്നെണ്ണാണെങ്കിൽ ട്രൈപ്ലോയിഡി, നാലെണ്ണാണെങ്കിൽ ടെട്രാപ്ലോയിഡി, മൂന്നോ അതിൽ കൂടുതൽ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ക്രോമസോംസ് കണ്ടെയ്ൻ ചെയ്യുന്നതിനെയാണ് പോളിപ്ലോയിഡി എന്ന് പറയുക. ഇനി പോളിപ്ലോയിഡിൻ്റെ മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിപ്ലോയിഡി ഉണ്ടാവാൻ കാരണം എന്താ? സെൽ ഡിവിഷൻ്റെ സമയത്ത് ക്രോമസോം സെഗ്രിഗേഷൻ നടക്കുന്നത് ഫെയിലിയർ ആവും. അത് കാരണമാണ് പോളിപ്ലോയിഡി ഒക്കർ ചെയ്യുക. ഇതൊന്നെങ്കിൽ ഫിസിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ ഏജൻസ് വഴി ഇൻഡ്യൂസ് ചെയ്യാം. ഫിസിക്കൽ ഏജൻസ് ആണ് എക്സ്റേ, UV റേഡിയേഷൻ, കോൾഡ്, ടെമ്പറേച്ചർ. കെമിക്കൽ ഏജൻസ് ആണ് കോൾസിസിൻ, മെർക്കുറിക് ക്ലോറൈഡ്. ഇനി കോൾസിസിൻ ആണ് മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന കെമിക്കൽ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു മെക്കാനിസം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിൻഡിൽ പ്രോട്ടീൻസിൻ്റെ ഡൈസൾഫൈഡ് ബോണ്ടുമായിട്ട് അത് ഇൻട്രാക്ട് ചെയ്യും. അങ്ങനെ ഗ്ലോബുലാർ പ്രോട്ടീൻ ഫൈബ്രസ് പ്രോട്ടീനായിട്ട് മാറുന്ന ആ ഒരു കൺവേർഷൻ പ്രിവെൻറ്റ് ചെയ്യും. മൈറ്റോട്ടിക് സ്പിൻഡിലിന് ഡിസ്റ്റർബൻസ് കോസ് ചെയ്തിട്ട് ക്രോമസോംസിൻ്റെ നോൺ സെഗ്രിഗേഷൻ കോസ് ചെയ്യും. അങ്ങനെ ഡൈപ്ലോയിഡിൽ നിന്ന് ടെട്രാപ്ലോയിഡ് ഫോം ചെയ്യും. അങ്ങനെയാണ് പോളിപ്ലോയിഡിൻ്റെ ഫോർമേഷൻ കോൾസിസിൻ വഴി നടക്കുന്നത്. ഇനി പോളിപ്ലോയിഡിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫക്റ്റീവായിട്ടുള്ള ഇംപ്രൂവ്ഡ് പ്ലാന്റ് ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്. അതേപോലെ സൈസും മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സിലും ഇൻക്രീസ് ഉണ്ടാവുന്നുണ്ട്. ലാർജർ ഫ്ലവേഴ്സ് ആണെങ്കിൽ ബിഗ്ഗർ ലീവ്സും അതേപോലെ തന്നെ ന്യൂ സ്പീഷീസിൻ്റെ ഫോർമേഷനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് മ്യൂട്ടേഷൻ. മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പീഷീസിലെ ക്യാരക്ടേഴ്സിൽ പെട്ടെന്ന് വരുന്ന ചേഞ്ച് അല്ലെങ്കിൽ വേരിയേഷൻസിനെയാണ് മ്യൂട്ടേഷൻ എന്ന് പറയുക. അതൊന്നെങ്കിൽ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സോ അല്ലെങ്കിൽ ജീൻ കമ്പോസിഷനിൽ ചേഞ്ച് കാരണമോ ഉണ്ടാവാം. മ്യൂട്ടേഷൻ്റെ ടൈപ്സ് എന്ന് പറഞ്ഞാൽ ക്രോമസോമൽ മ്യൂട്ടേഷൻ ഉണ്ട്, പോയിൻ്റ് മ്യൂട്ടേഷൻ ഉണ്ട്. ക്രോമസോമൽ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറ്റിക് മെറ്റീരിയലിൽ വരുന്ന പൊസിഷൻ അല്ലെങ്കിൽ എമൗണ്ടിലാണ് ഇവിടെ സഡൻ ചേഞ്ച് ഉണ്ടാവുന്നത്. അങ്ങനെ വരുന്ന മ്യൂട്ടേഷന് ക്രോമസോമൽ മ്യൂട്ടേഷൻ എന്ന് പറയും. പോയിൻ്റ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ ജീൻ അല്ലെങ്കിൽ ഒരു സിസ്ട്രോണിന് വരുന്ന ചേഞ്ചാണ് എന്ത്? പോയിൻ്റ് മ്യൂട്ടേഷൻ. ഇതിൽ വരുന്നതാണ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ അതിൽ കൂടുതലോ ന്യൂക്ലിയോടൈഡ്സിൻ്റെ അഡീഷൻ അല്ലെങ്കിൽ ഡിലീഷൻ കാരണം ഉണ്ടാവുന്നതാണ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. ന്യൂക്ലിയോടൈഡ്സ് ആഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഇൻസേർഷൻ എന്നും ന്യൂക്ലിയോടൈഡ്സ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഡിലീഷൻ എന്നും പറയും. ഇനി അതിൻ്റെ ആപ്ലിക്കേഷൻസും എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റിയും അതേപോലെ സൈസ് ഓഫ് പ്ലാന്റ്സ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ന്യൂ സ്പീഷീസിൻ്റെ ഡെവലപ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യും. ഡിസീസ് റെസിസ്റ്റൻ്റ് ആണ്. സ്ട്രെസ്ഫുൾ കണ്ടീഷൻസിനൊക്കെ റെസിസ്റ്റൻസ് കോസ് ചെയ്യും. വാട്ടർ കണ്ടൻറ്റ് എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ആൻറ്റിബയോട്ടിക് കണ്ടൻറ്റ് എൻഹാൻസ് ചെയ്യും. എക്സാമ്പിളാണ് പെൻസിലിയം. അത് പെൻസിലിൻ ഈൽഡ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. പോപ്പി സീഡ്സ് എന്ത് ചെയ്യും? ഇറാഡിയേറ്റ് ചെയ്യുന്നുണ്ട് കൊബാൾട്ട് 60 യൂസ് ചെയ്തിട്ട്. അപ്പോൾ മോർഫിൻ കണ്ടൻറ്റ് ഇൻക്രീസ് ചെയ്യും. ക്രോപ്പ് വെറൈറ്റീസ് ഇംപ്രൂവ് ചെയ്യും. എക്സാമ്പിളാണ് ബാർലി. ഇനി മ്യൂട്ടേഷൻ ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ജനറ്റിക് വേരിയേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമുക്ക് ഡിസൈറബിൾ ചേഞ്ചസ് ഒപ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഹൈ ഈൽഡും ഡിസീസ് റെസിസ്റ്റൻസും നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യും. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ അൺഡിസൈറബിൾ ചേഞ്ചസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. മ്യൂട്ടേറ്റഡ് പ്ലാന്റ്സ് ലെസ് ഫെർട്ടൈൽ ആയിരിക്കും. മ്യൂട്ടേഷൻ്റെ കോസസ് എന്തൊക്കെയാണ്? സ്പോണ്ടനസ് മ്യൂട്ടേഷൻ ഉണ്ട്, അതേപോലെ ഇൻഡ്യൂസ്ഡ് മ്യൂട്ടേഷൻ ഉണ്ട്. സ്പോണ്ടനസ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബാക്ടീരിയയിലൊക്കെ നടക്കുന്ന പോലെ പെട്ടെന്ന് നടക്കുന്നതാണ് സ്പോണ്ടനസ് മ്യൂട്ടേഷൻ. ഇൻഡ്യൂസ്ഡ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂട്ടേജനിക് ഏജൻസ് കാരണം ആർട്ടിഫിഷ്യലി കോസ് ചെയ്യുന്നതാണ് ഇൻഡ്യൂസ്ഡ് മ്യൂട്ടേഷൻ. അതിൻ്റെ മ്യൂട്ടേജൻസ് ആണ് ഫിസിക്കൽ ഏജൻസും ഉണ്ട്, കെമിക്കൽ ഏജൻസ് ഉണ്ട്. ഫിസിക്കൽ ഏജൻസ് ആണ് UV റേ, എക്സ്റേ, റേഡിയോ ഐസോടോപ്സ്. കെമിക്കൽ ഏജൻ്റ് ആണ് സെർട്ടൈൻ കെമിക്കൽ ദാറ്റ് ഡിസ്റ്റർബ് DNA സ്ട്രക്ചർ. അടുത്ത ഇംപ്രൂവ്ഡ് കൾട്ടിവേഷൻ ടെക്നിക്കാണ് ഹൈബ്രിഡൈസേഷൻ.
ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാന്റ് ബ്രീഡിംഗ് മെത്തേഡാണ്. അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫറെൻറ്റ് ജീനോടൈപ്സ് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ഉള്ള രണ്ട് പ്ലാന്റ്സിനെ തമ്മിൽ ക്രോസ് ചെയ്തിട്ട് ഒരു ഹൈബ്രിഡ് ഫോം ചെയ്തിട്ടുണ്ട്. അതാണ് ഹൈബ്രിഡൈസേഷൻ. ടൈപ്സ് ഓഫ് ക്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണോ ഹൈബ്രിഡ് ക്രോസ് ഉണ്ട്. അതായത് വൺ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഇൻവോൾവ് ചെയ്യുന്നതാണ് മോണോ ഹൈബ്രിഡ് ക്രോസ്. ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഇൻവോൾവ് ചെയ്യുന്നതാണ് ഡൈ ഹൈബ്രിഡ് ക്രോസ്. പോളി ഹൈബ്രിഡ് ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ദാൻ ടു പെയേഴ്സ് ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നുണ്ട്, പോളി ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയും. ഇനി അതിൻ്റെ ഒബ്ജക്റ്റീവാണ് ജനറ്റിക് വേരിയേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈറബിൾ ക്യാരക്ടേഴ്സിനെ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഒരു ജനറ്റിക് കണ്ടൻറ്റ് ഓൾട്ടർ ചെയ്യാതെ ഡിസൈറബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ കമ്പൈൻ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ന്യൂ ജീൻ കോമ്പിനേഷൻസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഹൈബ്രിഡൈസേഷൻ്റെ. ഇനി ടൈപ്സ് ഓഫ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പോൾ ഇൻട്രാ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷനും ഉണ്ട്, ഡിസ്റ്റൻ്റ് അല്ലെങ്കിൽ ഇൻ്റർ സ്പെസിഫിക് അല്ലെങ്കിൽ ഇൻ്റർ ജനറിക് ഹൈബ്രിഡൈസേഷനും ഉണ്ട്. ഇൻട്രാ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷന് തന്നെ നമ്മൾ ഇൻ്റർ വേരിയേറ്റൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയും. ഇവിടെ സെയിം സ്പീഷീസിലെ രണ്ട് വെറൈറ്റീസ് തമ്മിലാണ് ക്രോസിംഗ് നടക്കുക. അത് തന്നെ ഇൻട്രാ സ്പെസിഫിക്കും ഉണ്ട്, ഇൻ്റർ സ്പെസിഫിക്കും ഉണ്ട്. ഇൻട്രാ സ്പെസിഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം സ്പീഷീസിലെ രണ്ട് പ്ലാന്റ്സ് തമ്മിലുള്ളതാണ്. ഇൻ്റർ സ്പെസിഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം സ്പീഷീസിലെ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ലൈൻ അല്ലെങ്കിൽ റേസസ് ഓഫ് സെയിം സ്പീഷീസ് ആണ് ഇൻ്റർ സ്പെസിഫിക്. ഡിസ്റ്റൻ്റ് അല്ലെങ്കിൽ ഇൻ്റർ സ്പെസിഫിക് അല്ലെങ്കിൽ ഇൻ്റർ ജനറിക് ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് സ്പീഷീസ് തമ്മിലോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ജനറ തമ്മിലോ ഉള്ള ക്രോസിംഗ് ആണ് ഇതിൽ വരുന്നത്. അത് തന്നെ ഇൻട്രാ ജനറിക്കും ഉണ്ട്, ഇൻ്റർ ജനറിക്കും ഉണ്ട്. ഇൻട്രാ ജനറിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ജീനസിലുള്ള രണ്ട് സ്പീഷീസ് തമ്മിലും, ഇൻ്റർ ജനറിക് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് ജനറയിലുള്ള സ്പീഷീസ് തമ്മിലും. അഡ്വാൻറ്റേജസ് ഓഫ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പോൾ ഡിസീസ് റെസിസ്റ്റൻറ്റ് വെറൈറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യും, സ്ട്രെസ് റെസിസ്റ്റൻസ് എൻഹാൻസ് ചെയ്യും, ഹയർ ഈൽഡ് റിസൾട്ട് ചെയ്യുന്നുണ്ട്, പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യും, ലൈഫ് സ്പാൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, സ്ട്രോങ് ഹൈബ്രിഡ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. ഇനി ഹൈബ്രിഡൈസേഷൻ്റെ മെത്തേഡ്സ് ആണ് പറയുന്നത്. മെത്തേഡ്സ് ഓഫ് ഹൈബ്രിഡൈസേഷനിൽ സെക്ഷുവൽ മെത്തേഡിൽ വരുന്നതാണ് സെലക്ഷൻ ഓഫ് പ്ലാന്റ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, ഡിസൈഡ് ട്രേറ്റ് ഉള്ള ഒരു പാരൻറ്റ് പ്ലാന്റിനെ സെലക്ട് ചെയ്യുക. അടുത്തത് ആർട്ടിഫിഷ്യൽ സെൽഫ് പൊള്ളിനേഷൻ. പ്ലാന്റ്സിൻ്റെ ആ പ്ലാന്റിൻ്റെ സ്വന്തം പൊള്ളൻ ഉണ്ടല്ലോ, അത് എന്ത് ചെയ്യാം, കൺട്രോൾഡ് കണ്ടീഷൻസിൽ സ്റ്റിഗ്മയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. അതാണ് ആർട്ടിഫിഷ്യൽ സെൽഫ് പൊള്ളിനേഷൻ. അതായത് ഒരു പ്ലാന്റിൻ്റെ പൊള്ളൻ എടുത്ത് അതേ പ്ലാന്റിൻ്റെ സ്റ്റിഗ്മയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാണ് അണ്ടർ കൺട്രോൾഡ് കണ്ടീഷൻ. അതാണ് സെക്കൻഡ് സ്റ്റെപ്പായിട്ടുള്ള ആർട്ടിഫിഷ്യൽ സെൽഫ് പൊള്ളിനേഷൻ. അടുത്തത് എമാസ്കുലേഷൻ. എമാസ്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലവറിൽ നിന്ന് ആന്തർ അല്ലെങ്കിൽ സ്റ്റാമനെ റിമൂവ് ചെയ്യാണ് വിത്തൗട്ട് ഡാമേജിങ് ഫീമെയിൽ ഓർഗണിനെ ഡാമേജ് കോസ് ചെയ്യാതെ ഫ്ലവറിൽ നിന്ന് ആന്തറിനെയോ സ്റ്റാമനെയോ റിമൂവ് ചെയ്യാം. ഇത് സെൽഫ് പൊള്ളിനേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇതെന്താണ്, യൂണിസെക്ഷൽ ഫ്ലവേഴ്സിൽ ആവശ്യമില്ല. ഈ ഒരു പ്രോസസ്സാണ് എമാസ്കുലേഷൻ. അടുത്തത് ബാഗിംഗ് ആണ്. ബാഗിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എമാസ്കുലേഷൻ ചെയ്തു, ആ എമാസ്കുലേറ്റ് ചെയ്തിട്ടുള്ള ഫ്ലവറിനെ കവർ ചെയ്യുക ഒരു പോളിത്തീൻ അല്ലെങ്കിൽ പേപ്പർ ബാഗ് യൂസ് ചെയ്തിട്ട് അൺവാണ്ടഡ് പൊള്ളിനേഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടെ എന്താണ്, നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള പൊള്ളൻ മാത്രമാണ് ഉണ്ടാവാൻ പാടുള്ളൂ. വേറെ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മളൊരു പേപ്പർ ബാഗോ അല്ലെങ്കിൽ പോളിത്തീൻ കവറൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വെക്കുക. അതിനെയാണ് ബാഗിംഗ് എന്ന് പറയുക. അടുത്തത് ടാഗിംഗ് ആണ്. ടാഗിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫ്ലവറിനെ ലേബൽ ചെയ്യുക, അതിൻ്റെ പാരൻറ്റ് പ്ലാന്റിൻ്റെ പേര്, എന്നാണ് പൊളിനേഷൻ നടത്തിയത്, ഡേറ്റ്, പിന്നെ അതർ റെലവൻറ്റ് ഇൻഫോർമേഷൻസും അതൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു ത്രെഡും ടാഗൊക്കെ യൂസ് ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യാണ്, നെയിം ചെയ്യുക, അതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കുക. അതിനെയാണ് നമ്മൾ ടാഗിംഗ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ സെലക്ഷൻ ഓഫ് പ്ലാന്റ് പറഞ്ഞു, അതിനുശേഷം ആർട്ടിഫിഷ്യൽ സെൽഫ് പൊള്ളിനേഷൻ, എമാസ്കുലേഷൻ, ബാഗിങ്, ടാഗിങ്, 5 എണ്ണമാണ് നോക്കിയത്. അടുത്തതാണ് ക്രോസിംഗ് അല്ലെങ്കിൽ പൊള്ളിനേഷൻ. നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള മെയിൽ പാരൻറ്റിൽ നിന്ന് പൊള്ളൻ എടുത്തിട്ട് ഫീമെയിൽ പാരൻറ്റിൻ്റെ സ്റ്റിഗ്മയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. അതാണ് ക്രോസിംഗ് അല്ലെങ്കിൽ പൊള്ളിനേഷൻ. ഹാർവെസ്റ്റിംഗ്, ഫെർട്ടിലൈസേഷൻ നടന്നതിന് ശേഷം ഫ്രൂട്ട്സ് അല്ലെങ്കിൽ സീഡ്സിനെ ഹാർവെസ്റ്റ് ചെയ്യുക. എന്നിട്ട് F1 F2 ജനറേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുക. F1 ജനറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ജനറേഷൻ ഹൈബ്രിഡ് ആണ്, അത് യൂണിഫോം ആയിരിക്കും, ഹൈബ്രിഡ് വൈഗർ കാണിക്കുന്നുണ്ട്. F2 ജനറേഷൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ജനറേഷൻ ആണ്, ഒന്നുകിൽ സെൽഫിങ് അല്ലെങ്കിൽ F1 ഹൈബ്രിഡ്സിൻ്റെ ക്രോസിംഗ് വഴി ഉണ്ടാവുന്നതാണ്. ഇതിന് വേരിയേഷൻസും കാണിക്കും.
അപ്പോൾ ഇത്രയാണ് 8 സ്റ്റെപ്സ് അല്ലെങ്കിൽ 8 മെത്തേഡിൽ 8 കാര്യങ്ങളാണ് വരുന്നത്. എന്തൊക്കെയായിരുന്നു? പ്ലാന്റിനെ സെലക്ട് ചെയ്യുക, ആർട്ടിഫിഷ്യൽ സെൽഫ് പൊളിനേഷൻ നടത്തുക, എമാസ്കുലേഷൻ, ബാഗിങ്, ടാഗിങ്, പിന്നെ ക്രോസിങ് അല്ലെങ്കിൽ പൊളിനേഷൻ, ഹാർവെസ്റ്റിംഗ്, പ്രൊഡ്യൂസിങ് F1 ആൻഡ് F2 ജനറേഷൻസ്. ഇനി ആർട്ടിഫിഷ്യൽ സെൽഫ് പൊളിനേഷൻ്റെ ടൈപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോഗമി ഉണ്ട്, ജിയറ്റ്നോഗമി ഉണ്ട്. ഓട്ടോഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലവറിൽ നിന്നുള്ള പൊള്ളൻ എടുത്തിട്ട് അതേ ഫ്ലവറിലുള്ള സ്റ്റിഗ്മയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക, അതാണ് ഓട്ടോഗമി. ജിയറ്റ്നോഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലവറിൽ, അതായത് ഒരു പ്ലാന്റിലെ ഒരു ഫ്ലവറിൽ നിന്ന് പൊള്ളൻ എടുത്തിട്ട് എന്ത് ചെയ്യുക, ആ സെയിം പ്ലാന്റിലെ വേറൊരു ഫ്ലവറിലെ സ്റ്റിഗ്മയിൽ പ്ലേസ് ചെയ്യുന്നതാണ് ജിയറ്റ്നോഗമി. ഐഡൻറ്റിക്കൽ ഫോംസ് ഓഫ് ജീൻസ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും അൺഡിസൈറബിൾ ക്യാരക്ടേഴ്സ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ന്യൂ ഡിസൈറബിൾ ട്രെയ്റ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഈ ആർട്ടിഫിഷ്യൽ സെൽഫ് പൊളിനേഷൻ ചെയ്യുന്നത്. ഇനി ഹൈബ്രിഡൈസേഷൻ്റെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിതേനിയ സോംനിഫറ, അതായത് അശ്വഗന്ധ. വിതേനിയ സോംനിഫറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിലുള്ള അതിലത്തെ ഒരു വെറൈറ്റി എന്ത് ചെയ്തിട്ടുണ്ട്, സൗത്ത് ആഫ്രിക്കനിലുള്ള ഒരു വെറൈറ്റി ആയിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് കിട്ടുന്ന ഹൈബ്രിഡിന് രണ്ടിൻ്റെയും ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഇസ്രായേലത്തെ വെറൈറ്റീൻ്റെയും സൗത്ത് ആഫ്രിക്കൻ്റെ വെറൈറ്റീസും ഉണ്ടായിരിക്കും. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ വെൽ എക്സ്പീരിയൻസ്ഡ് ബ്രീഡേഴ്സിൻ്റെ ആവശ്യമുണ്ട്, എക്സ്പെൻസീവ് ആണ്, ടൈം കൺസ്യൂമിങ് ആണ്. ഇത്രയാണ് ഹൈബ്രിഡൈസേഷൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താ ഡിസ്കസ് ചെയ്തത്? ഇംപ്രൂവ്ഡ് കൾട്ടിവേഷൻ ടെക്നിക്സ് ആണ്. അതിൽ പോളിപ്ലോയിഡി, മ്യൂട്ടേഷൻ, ഹൈബ്രിഡൈസേഷൻ 3 കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് നോക്കാനുള്ളത്. ഇതേപോലത്തെ ബിഫാം മലയാളം വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്ട്സോ ഏതെങ്കിലും സെമിസ്റ്ററിലെയോ നോട്ട്സും ക്ലാസ്സോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സ് വഴി പറഞ്ഞാൽ മതി, അതിൻ്റെ വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അൺടിൽ ദെൻ ഹാപ്പി ലേണിംഗ്.